പ്രിയ ദൈവജനമേ, വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത്, വചനം കേട്ടിട്ടും ഗ്രഹിക്കാത്തവർ പുറത്താണെന്നും എന്നാൽ ഹൃദയ തുറവിയുള്ളവർക്ക് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുമെന്നുമാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിലും തിരക്കുകളിലും പെട്ടുപോകുന്നവർ വചനത്തിൻ്റെ ആഴം തിരിച്ചറിയാതെ പോകുന്നുവെങ്കിലും വചനം വിശ്വസിച്ച് സ്വീകരിക്കുന്ന ഒരു ചെറിയ ഗണത്തെ ദൈവം തൻ്റെ കൂടെ നിർത്തുന്നു. വിളിക്കപ്പെട്ടവർ പലർ, തിരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം എന്ന് മത്തായി 22:14 ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവഹിതത്തിന് പൂർണ്ണമായി വഴങ്ങിക്കൊടുക്കുന്നവരെയാണ് അവിടുന്ന് തൻ്റെ പക്കലേക്ക് ചേർത്ത് നിർത്തുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട ഈ വിശ്വാസ സമൂഹം ലോകത്തിൻ്റേതല്ല, മറിച്ച് സ്വർഗത്തിൻ്റേതാണ് എന്നതുകൊണ്ടാണ് അവിടുന്ന് അവരെ സവിശേഷമായ രീതിയിൽ നയിക്കുന്നത്. യേശുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുന്ന് തൻ്റെ ദൈവിക വെളിപാടുകൾ നൽകുകയും പ്രതിസന്ധികളിലും പരീക്ഷണങ്ങളിലും അവരെ തൻ്റെ ചിറകിൻ കീഴിൽ സുരക്ഷിതരായി കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നു. കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് വിശുദ്ധ കുർബാനയിലൂടെയും കൂദാശകളിലൂടെയും ഈ തിരഞ്ഞെടുക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് ഗാഢമായി ഐക്യപ്പെടുന്നു. ദൈവം തൻ്റെ പ്രിയപ്പെട്ടവരെ ലോകത്തിൽ നിന്ന് വേർതിരിക്കുന്നത് അവരെ നശിപ്പിക്കാനല്ല, മറിച്ച് തൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റാനാണ്. ഈ അടുപ്പം, ഈ പ്രത്യേക സ്വർഗീയ അടുപ്പം ദൈവത്തിൻ്റെ പ്രത്യേക കരുണയും കൃപയുമാണ്. അത് ഓരോ വിശ്വാസിയും വിനീതമായി സ്വീകരിക്കേണ്ടതുമാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ആവുന്നതുവരെ തൻ്റെ മക്കൾ ലോകത്തിൻ്റെ മാലിന്യങ്ങളാൽ അശുദ്ധരാകാതിരിക്കാൻ അവിടുന്ന് അവരെ നിതാന്ത ജാഗ്രതയോടെ വഴി നടത്തുന്നു. വചനം ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ ഈ ഗൂഢമായ വഴികൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പ്രിയ സഹോദര സഹോദരി, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് അവിടുത്തെ വരവ് ഭയത്തിൻ്റെ ദിവസമല്ല, മറിച്ച് പ്രത്യാശയുടെയും വലിയ സന്തോഷത്തിൻ്റെയും ദിവസമാണ്. ലോകം അവിടുത്തെ തിരിച്ചറിയാതിരുന്നാലും അവിടുന്ന് കൂടെ നിർത്തിയ ചെറിയ ഈ വിശ്വാസഗണം അവിടുത്തെ മഹത്വത്തിൽ പങ്കുചേരും. തീർച്ച, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എന്തുതന്നെയായാലും ദൈവത്തിൻ്റെ വഴികൾ നീതിയുള്ളതാണെന്നും അവിടുന്ന് നമ്മെ ഒരിക്കലും കൈവിടുകയില്ലെന്നും ഉറച്ചു വിശ്വസിക്കുക. രണ്ടാമത്തെ വരവിൽ ക്രിസ്തുവിനെ നേരിൽ കാണാൻ നാം യോഗ്യരാകേണ്ടതിന് ഇപ്പോഴേ, ഈ ദിവസം തന്നെ, ഈ നിമിഷം തന്നെ നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കാം. ദൈവം തൻ്റെ മക്കൾക്കായി ഒരുക്കിയിരിക്കുന്ന നിത്യഭാഗ്യം പ്രാപിപ്പാൻ ജാഗ്രതയോടെ നമുക്കൊരുങ്ങാം. കർത്താവായ യേശുവേ, അവിടുത്തെ വരവിനായി ഞങ്ങളെ സജ്ജരാക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് മുന്നേറാം.